ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് നല്ല ഒരു ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് ഞാനൊരു വലിയ സ്റ്റീൽ പാത്രം വെച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു 4 ഗ്ലാസ് അരിയാണ് ഒന്ന് വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ അതിൽ കൂടുതൽ ഞാൻ ഊറ്റിയാണ് എടുക്കുന്നത്, വറ്റിച്ചല്ല, ഊറ്റിയാണ് എടുക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. വെള്ളം ചൂടാക്കി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു 5-6 പീസ് ഏലക്ക, 5-6 പീസ് ഗ്രാമ്പു, ഒരു 2-3 തക്കോലം, ഒരു 3 പീസ് കറുകപ്പട്ട, ഒരു 4-5 വയണയില, മിൻ്റിലയും പുതിനയിലയും മല്ലിച്ചപ്പും അരിഞ്ഞത്. അതിനുശേഷം മുഴുവനെയുള്ള കുരുമുളക് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഒരു നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു. വെള്ളം ഇപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം നല്ലോണം തിളച്ച് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അരി ചേർക്കണ്ടൂ. നല്ലവണ്ണം തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയതിന് ശേഷമേ നമ്മൾ അരി ചേർക്കാവൂ. അരി അതിനു മുൻപ് 2-3 പ്രാവശ്യം കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന് കഴിഞ്ഞതിന് ശേഷമേ അരി ചേർക്കാവൂ. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഓരോ ടേബിൾ സ്പൂൺ, ചെറിയ ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ചേർത്തിരിക്കുന്നത്. നല്ല ഹെൽത്തി ബിരിയാണി റൈസ് നമുക്കുണ്ടാക്കാം. കൂടുതൽ നെയ്യില്ല, കൂടുതൽ ഓയിലില്ല. ഇത് കഴിക്കുന്നത് കൊണ്ട് ഏത് അസുഖക്കാർക്കും കഴിക്കാം. നമ്മുടെ അരി ഇവിടെ തിളച്ച് വന്നിരിക്കുകയാണ്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ വീഡിയോ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇളക്കുന്നത് ഞാൻ കാണിക്കാൻ പറ്റാത്തത്. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന, കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഒരാൾ വരികയാണെങ്കിൽ, നമ്മൾക്ക് മീറ്റ് വേണ്ട എങ്കിലും നമുക്ക് ശരിയായ രീതിയിലൊരു ബിരിയാണി റൈസ് വെച്ച് കൊടുക്കുക താല്പര്യമാണ് എങ്കിൽ പെട്ടെന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ശരിയായി വെച്ചിരിക്കുന്ന അരി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അരി ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 4.5 ഗ്ലാസ് അരിയാണ് എടുത്തു വെച്ചിരുന്നത്. 3 പ്രാവശ്യം കഴുകി ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ഞാൻ ഉപയോഗിച്ചത്. ഒരിക്കലും അരി കഴുകുമ്പോൾ ഞെവിടി കഴുകരുത്. വളരെ സോഫ്റ്റായ അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഞെവിടി കഴിയുമ്പോൾ വളരെ സോഫ്റ്റായ രീതിയിൽ അരി കഴുകിയെടുക്കുക. അതിലേക്ക് അരി ഇടുന്നതിന് മുൻപ് തന്നെ ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. കുറച്ച് ഉപ്പ് അധികം നിന്നെങ്കിലേ അരിക്ക് ടേസ്റ്റ് വരികയുള്ളൂ. നമ്മുടെ തൊണ്ടയ്ക്ക് ഉപ്പ് നല്ലവണ്ണം കലിച്ച് പിടിക്കണം. നല്ലവണ്ണം ഉപ്പ് ചേർക്കുക. അരി ഒരു 10 കുറച്ച് ഏകദേശം ഒരു 70% ആകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ്, ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കളറൊക്കെ കിട്ടും. അതിലേക്ക് ഞാൻ വാർക്കുന്നതിന് ഒരു 2 മിനിറ്റ് മുൻപാണ് ഈ ക്യാരറ്റ് അരിഞ്ഞ് ഇട്ടത്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സൂപ്പർ ബാസ്മതി ഇന്ത്യൻ ബിരിയാണി റൈസ്. പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ബിരിയാണി.